ഹലോ ഫ്രണ്ട്സ്, മോട്ടിവേഷൻ എന്ന ശത്രു എന്ന എൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്ന് പറയാൻ വന്ന കാര്യവും മോട്ടിവേഷൻ എന്ന ശത്രുവിനെ കുറിച്ചാണ്. മോട്ടിവേഷൻ എന്ന ശത്രു നമുക്ക് വരുത്തി വയ്ക്കുന്ന വിനകളെ കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ ഇരിക്കുന്നത്. പൊതുവേ നമുക്കറിയാം മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. മോട്ടിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിവില്ലാത്തവനെ കഴിവുണ്ടെന്ന് തെറ്റിദ്ധരിപ്പിച്ച് കുഴിയിലേക്ക് എടുത്ത് ചാടിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഈ മോട്ടിവേഷൻ. കഴിവില്ലാത്തവൻ ഇനി എന്തെല്ലാം പറഞ്ഞാലും അത് കഴിവില്ലാത്ത ആൾ തന്നെയാണ്. ആളിനെ ദുരുപയോഗം ചെയ്യാൻ വേണ്ടി മണി ചെയിൻ, പറ്റിപ്പ്, വെട്ടിപ്പ്, തട്ടിപ്പ് സംഘങ്ങളെല്ലാം കൂടി ചേർന്ന് ഒരു ഉണ്ടാക്കിയെടുത്ത ഒരു സംഭവമാണ് ഈ മോട്ടിവേഷൻ. പാവപ്പെട്ടവനെ ഏതെങ്കിലും രീതിയിൽ പറ്റിക്കണം എന്നുള്ളത് അവരുടെ ഒരു വികാരമാണ്. നിങ്ങൾക്ക് അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്നതാണ് ഇതിൻ്റെ ഉത്തരം. തീർച്ചയായും നിങ്ങളുടെ കഴിവും പരിമിതികളും നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ഒരിക്കലും ഒരാൾ പറഞ്ഞെന്ന് കരുതി നിങ്ങൾക്ക് ഇല്ലാത്ത കഴിവ് ഉണ്ടാവുകയില്ല. ഇനി മോട്ടിവേഷൻ തന്നെന്ന് കരുതിയാൽ പോലും നിങ്ങൾക്ക് അത് ഉണ്ടാവുകയില്ല. തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാകുന്ന കാലം വരെ നിങ്ങളെ പറ്റിക്കാൻ ഇതുപോലെ മോട്ടിവേഷൻ ക്ലാസ്സുകളുമായി കുറേ പേർ നിങ്ങൾക്ക് ചുറ്റും ഉണ്ടായിരിക്കും. ഇതുവഴി നിങ്ങൾക്ക് ഉണ്ടാകുന്നത് പണനഷ്ടം മാത്രമായിരിക്കില്ല, മാനഹാനി. നിങ്ങൾക്ക് അടുത്തുള്ളവർ കൂടി നിങ്ങളോട് വലിയ പരിചയമില്ലാതാക്കേണ്ട അവസ്ഥ നിങ്ങൾ ഇത് കാരണം ഉണ്ടാക്കിയെടുക്കും. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ മോട്ടിവേഷൻ ക്ലാസ്സുകാരുടെ മുന്നിൽ പെടാതെ രക്ഷപ്പെടുക. നിങ്ങളുടെ മനസ്സിനോട് ചോദിച്ചാൽ തന്നെ മിക്ക ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നിങ്ങൾക്ക് കിട്ടുന്നതാണ്. മനസ്സാണ് ക്ഷേത്രം, മനസ്സാക്ഷിയാണ് ദൈവം. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഈ മോട്ടിവേഷനൊക്കെ. മോട്ടിവേഷൻ തരുന്നവർക്ക് അവർക്ക് പല രീതിയിലുള്ള ചിന്തകളും ഉണ്ടായിരിക്കും. അവർക്ക് നിങ്ങളെ കൊണ്ട് മറ്റു കാര്യങ്ങൾ നടത്തിയെടുക്കാനുള്ള അവരുടെ ആവശ്യത്തെ നിങ്ങളുടെ ദുർബലത മുതലെടുത്തുകൊണ്ടാണ് അവർ ഈ പ്രക്രിയ നടപ്പിലാക്കുന്നത്. ദയവായി നിങ്ങൾ ആ കുഴിയിൽ വീഴാതിരിക്കുക എന്നതാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് നിങ്ങളുടെ മനസ്സിനോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സ് തന്നെ അത് പറഞ്ഞു തരും. അതിനപ്പുറത്ത് നിങ്ങൾക്ക് ചിന്തിക്കേണ്ട ഒരു കാര്യവും തന്നെ വരുന്നതില്ല. ശരി ഫ്രണ്ട്സ്, ഇതൊക്കെയാണ് എനിക്ക് മോട്ടിവേഷൻ എന്ന ശത്രുവിനെ കുറിച്ച് പറയാനുള്ളത്. കൂടുതൽ വലിച്ചു നീട്ടിക്കഴിഞ്ഞാൽ ആരും കേൾക്കാനും ഇന്നത്തെ കാലത്തൊന്നും സമയം കാണാത്തത് കൊണ്ടാണ് ഞാൻ വലുതായ രീതിയിൽ വലിച്ചു നീട്ടി പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കാത്തത്. വീഡിയോ കണ്ടതിന് നന്ദി. ഇതുപോലുള്ള മറ്റു വിവരങ്ങളുമായി ഞാൻ അടുത്ത വീഡിയോയിൽ വരുന്നതാണ്. അതുവരെ ടാറ്റ.